നമസ്കാരം. കപ്പലുകൾ കാണാനും എണ്ണാനും മാത്രമല്ല, നമുക്ക് കൃത്യമായി പ്രവചിക്കാനും കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. സെയിലിംഗ് കമന്ററി തുടക്കത്തിലേ പറയുന്നതാണ്, നമ്മൾ കപ്പലുകൾ ഇങ്ങനെ എണ്ണി അതോടൊപ്പം കപ്പലണ്ടിയും കുറിച്ചിരുന്നാൽ അതുമാത്രമേ നടക്കുകയുള്ളൂ. വേണമെങ്കിൽ ഇടയ്ക്ക് ചില സെൽഫികളും എടുക്കാം. അതിനപ്പുറം കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു ലക്ഷണവും ഇന്നാട്ടിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ജൂലൈ 11 യാതൊന്നും കണ്ടതായി സെയിലിംഗ് കമന്ററിക്ക് തോന്നിയിട്ടില്ല. ഇനി പ്രേക്ഷകർക്ക് ഗവൺമെന്റുകളുടെ ഭാഗത്ത് നിന്ന് രണ്ട് പോട്ടെ, കോർപ്പറേഷൻ അടക്കം, പ്രാദേശിക സർക്കാർ അടക്കം 3 ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്ന് നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട് ജോലി, ബിസിനസ് ഈ രംഗങ്ങളിൽ എന്തെങ്കിലും നീക്കം നടന്നതായി സെയിലിംഗ് കമന്ററിക്ക് തോന്നിയിട്ടില്ല. പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പ്രതികരിക്കാം. ഇവിടെ നമുക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒന്നാന്തരം സന്ദർഭങ്ങളാണ് വരുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ആഫ്രിക്കൻ കിഴക്കൻ തീരങ്ങളിൽ നമ്മുടെ ഇവിടുന്ന് പോകുന്ന കപ്പലുകൾ അടുക്കുന്നത്. ഇന്നലെ വന്ന കപ്പലിന് പടിഞ്ഞാറൻ തീരവുമായിട്ടും ബന്ധമുണ്ട്, ലോം തുടങ്ങിയ തുറമുഖങ്ങളുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൂടാതെയാണ് തെക്കേ അമേരിക്ക, നമ്മൾ വടക്കേ അമേരിക്കയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും അവരുടെ പർച്ചേസിംഗ് പവറും അവരുടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിജിഡ് റൂൾസും, അവിടെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യണമെങ്കിൽ അവിടുത്തെ FDA, ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, അവരുടെയൊക്കെ കർക്കശമായ നിയമമുണ്ട്. ഇതൊന്നുമില്ലാതെ നമുക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളാണ് ആഫ്രിക്കയും തെക്കേ അമേരിക്കയും. അവിടെയൊക്കെ നേരിട്ട് കണക്ഷനായി ബ്രസീലിലെ ഇത്തഗ്വയെ പോലുള്ള, പരാനാഗ്വയെ പോലുള്ള പോർട്ടുമായിട്ട് നമുക്ക് നേരിട്ട് ബന്ധം വരികയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രേക്ഷകർക്ക് വ്യക്തമാക്കാം. അതല്ലെങ്കിൽ നമ്മൾ സർക്കാരുകളെ ശക്തമായി തന്നെ വിമർശിച്ചാലേ എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ. ഇവിടെ ആമസോൺ ഇന്ത്യ ടു ഇയർമാർക്ക് ₹1,000 crore to boost local manufacturing, signs MOU with DPIIT for the purpose. DPIIT എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ അതുപോലുള്ള, എനിക്ക് കൃത്യമായി പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഏതായാലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇതുപോലുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗമാണ്. അവരുമായിട്ട് 1000 കോടി രൂപയുടെ കരാർ, ഇത് നമ്മൾ സെയിലിംഗ് കമന്ററി തുടങ്ങുന്ന കാലത്ത് തന്നെ ആമസോണിന്റെ ഇത്തരം സാധ്യതകൾ നമ്മൾ പറഞ്ഞിരുന്നു. അത് വീണ്ടും രണ്ടാമതൊരു കരാർ കൂടി അവർ ഇപ്പോൾ ഒപ്പിട്ടിട്ടുണ്ട്. ഫോക്കസ്ഡ് ഓൺ ഡ്രൈവിംഗ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിംഗ് ആൻഡ് ബിൽഡിംഗ് ഗ്ലോബൽ ബ്രാൻഡ്സ് ഫ്രം ഇന്ത്യ. വലിയ തുകയ്ക്കുള്ള ഒരു പർച്ചേസാണ് 2030 ലക്ഷ്യം വെച്ചുകൊണ്ട് ഏകദേശം 80 ബില്യൺ 64,000 കോടി രൂപയുടെ പർച്ചേസാണ് 2030 അവർ പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ മാനുഫാക്ചറിങ് എന്തെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്ന എന്തെങ്കിലും നടപടി വിഴിഞ്ഞം തുറമുഖത്തിന്റെ കോണ്ടെക്സ്റ്റിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടതും അറിയേണ്ടതും. സെയിലിംഗ് കമന്ററിയുടെ വടകരയുള്ള ഒരു പ്രേക്ഷകനുണ്ട്. അദ്ദേഹത്തിന് ഒരു അധികം പേര് കൈവയ്ക്കാത്ത ഒരു പ്രോഡക്റ്റാണ് അദ്ദേഹത്തിന്റെ ഉൽപ്പന്നം, നമ്മുടെ സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള നാപ്കിൻ. അദ്ദേഹം പ്രാദേശിക തലത്തിൽ അത് ഉൽപ്പാദിപ്പിച്ച് ഋതുമതി, അതിന്റെ പേര് ഋതുമതി എന്നാണ്, ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെയിലിംഗ് കമന്ററിയുടെ തുടക്കകാലത്ത് അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം ബന്ധപ്പെട്ടു. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റിന് തീർച്ചയായും ആഫ്രിക്കയിലും മാർക്കറ്റ് ഉണ്ടാവും, തെക്കേ അമേരിക്കയിലും മാർക്കറ്റ് ഉണ്ടാവും, വടക്കേ അമേരിക്കയിലും ഉണ്ടാവും. പക്ഷെ അവിടുത്തെ ക്വാളിറ്റി നമുക്ക് പാസ്സാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പൊ അത്തരം എല്ലാ സാധ്യതകളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് ഈ ആമസോണിന്റെ ഈ കരാർ. The announcement came as part of Amazon India's MOU with the Department of Promotion of Industry and Internal Trade, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ DPIIT, to propel domestic manufacturing. ഈ കരാറിലൂടെ നമുക്ക് ഇത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ടതാണ്. Amazon launched the $250 million Sambhav Venture Fund in 2021, initiating focus on agricultural and healthcare sectors.
നേരത്തെ പറഞ്ഞത് തന്നെയാണ്, സ്ത്രീകളുടെ സാനിറ്ററി നാപ്കിൻ പോലുള്ള ആരോഗ്യ ഉൽപ്പന്നങ്ങൾക്കുൾപ്പെടെ 2021 സംഭവ് വെഞ്ചർ എന്ന് പറയുന്ന ഒരു കരാർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആമസോണുമായിട്ട്. അതിൻ്റെ എന്തെങ്കിലും പ്രതിഫലനം 2021 മുതൽ 24 സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. 24 തന്നെയും അവരിപ്പോൾ വന്നിട്ട് 1000 കോടിയുടെ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത്. The e-commerce firm has also announced that it will enable cumulative exports worth of 80 billion from India by 2030. ഇതാണ് ഞാൻ പറഞ്ഞ 64,000 കോടി രൂപയുടെ കയറ്റുമതി 2020 6 വർഷം. 6 വർഷത്തിനകം ഇത്തരം ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് ഏറ്റവും ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പോലും സഹായകരമാണ്. വലിയ തലവേദനകളില്ലാതെ കയറ്റുമതി എക്സ്പോർട്ട് ലൈസൻസ് അല്ലെങ്കിൽ അതിനു വേണ്ടി വരുന്ന കസ്റ്റംസിന്റെ മറ്റു റെഗുലേഷൻസ് ഇതൊന്നും പാലിക്കാതെ തന്നെ വളരെ ചെറിയ രീതിയിൽ കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന സൗകര്യവും ആമസോൺ ഒരുക്കിയിട്ടുണ്ട്. The e-commerce platform will continue to focus on small and medium businesses in the country by simplifying the process for small manufacturers and sellers to join the platform and sell their products. ഇത്രയും ലളിതമായിട്ട് അവർ കാര്യങ്ങൾ ഒരുക്കുന്നത് ഉപയോഗപ്പെടുത്തുവാൻ, ഒരു ചെറിയ മാർഗനിർദ്ദേശം നൽകുവാൻ, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് ഒരു പ്രോത്സാഹനം നൽകുവാൻ എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നോ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നോ വന്നതായിട്ട് സെയിലിംഗ് കമ്മിറ്റിക്ക് അറിയില്ല. ആരെങ്കിലും ചെയ്തു തുടങ്ങിയെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. നമ്മുടെ അറിവിൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ല. പ്രേക്ഷകർക്ക് ഇവിടെയും അവരുടെ അനുഭവം പങ്കുവയ്ക്കാം. പലരും കയറ്റുമതി ചെയ്യുന്നതിനെ കുറിച്ചും വെടിഞ്ഞത്ത് വഴി എന്തെങ്കിലും സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചും വളരെ താല്പര്യത്തോടെ പലരും സെയിലിംഗ് കമ്മിറ്റിയോട് ചോദിക്കാറുണ്ട്. പക്ഷേ എന്തെങ്കിലും കൃത്യമായി നടന്നതായി വിവരമില്ല. ഓൺലൈൻ വഴി നമ്മുടെ വീട്ടമ്മമാർ, സ്ത്രീകൾ ധാരാളം വസ്ത്രങ്ങൾ, പലതരത്തിലുള്ള വസ്ത്രങ്ങൾ വിപണനം നടത്തുന്നതായി അറിയാം. നമ്മുടെ ഓരോ വ്യക്തിക്കും, ഓരോ കുടുംബത്തിനും, കേരളത്തിലിരിക്കുന്നതും തമിഴ്നാട്ടിലിരിക്കുന്നതും എല്ലാവർക്കും അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതിനുള്ള വഴി തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അത് ഒരല്പം ഒരു കൈപിടി, ഒരു ഹാൻഡ് ഹോൾഡിംഗ് എന്ന് പറയുന്ന തരത്തിൽ ആരെങ്കിലുമൊക്കെ കൈപിടിച്ച് നടത്തിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഏജൻസി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയില്ല. Amazon India launched Bazaar in April 6 with an aim to feature low-priced, unbranded, അപ്പോൾ ആ ലെവലിലുള്ള കാര്യങ്ങൾ മനസ്സിലായി. ലോ പ്രൈസ്ഡ് അൺബ്രാൻഡഡ് ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ പ്രൊഡക്ട്സ്, ഇതൊക്കെയാണ് ഈ ആമസോൺ ആവശ്യം. അപ്പോൾ നമുക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. വലിയ ടെക്നോളജി ഇല്ലാതെ, മാസ് പ്രൊഡക്ഷൻ നടത്താതെ നമുക്ക് ആഗോള മാർക്കറ്റിൽ, അന്തർദേശീയ വിപണിയിൽ എത്തിച്ചേരാൻ പറ്റുന്ന തരത്തിൽ ആമസോൺ അവരുടെ പ്ലാറ്റ്ഫോം റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനോ അതിനെന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനോ ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും വകുപ്പോ ഏതെങ്കിലും ഭരണ സംവിധാനങ്ങളോ ഉണ്ടോ എന്നുള്ളതാണ് നമുക്കിപ്പോഴും പിടികിട്ടാത്ത വസ്തുത. നമ്മുടെ ക്വിസ് പ്രോഗ്രാമിലെ ജെയ്ഡ് സർവീസിലെ ആദ്യത്തെ കപ്പൽ മനു പ്രവചിച്ചിട്ടുണ്ട്. എന്നാൽ MSc ഐറിനെ അല്ല. അദ്ദേഹം ഇങ്ങനെ വളരെ ആഴത്തിൽ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കപ്പൽ ഏതാന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. മറ്റു പ്രേക്ഷകർക്കും ശ്രമിക്കാവുന്നതാണ്. കപ്പലുകളുടെ എണ്ണം ഇപ്പോൾ എഴുതി കാണിക്കാം. 10-16 കപ്പലുകളുണ്ട്. വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. അവയുടെ പൊസിഷൻ, ഇപ്പോഴത്തെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കിയാൽ അതെങ്ങോട്ടാണ് പോകുന്നത്, ചൈനയിലോട്ടാണ്, ആ ഭാഗത്തോട്ട്, ഈ കിഴക്കൻ ഭാഗത്തോട്ടാണോ പടിഞ്ഞാറൻ ഭാഗത്തോട്ടാണോ, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആ കപ്പൽ വെടിഞ്ഞത്ത് എപ്പോൾ വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ഒരു സയൻസാണ്. അത് പഠിക്കുന്നത് പല കാര്യത്തിനും നമുക്ക് പ്രയോജനം ചെയ്യും. അപ്പോൾ ആ ജെയ്ഡ് സർവീസിലെ ആദ്യത്തെ കപ്പൽ ഏതായിരിക്കും എന്നുള്ളത് പ്രവചിക്കുവാൻ പ്രേക്ഷകർക്ക് ഒരു അവസരം നൽകുന്നു. അതോടൊപ്പം കഴിഞ്ഞ മത്സരത്തിലെ സമ്മാനം നമ്മുടെ ബിമൽ, UK ബിമൽ പറഞ്ഞു, ഒരു കീ ചെയിനും പേനയും അടങ്ങുന്ന സെറ്റാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് 2 പേർക്ക്. അദ്ദേഹം കൊറിയർ വഴി അത് എത്തിക്കുവാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ മോഹൻകുമാർ, കാഷ്യൂനട്ട്സിന്റെ മോഹൻകുമാറിന്റെ കടയിൽ ചെന്നാൽ ആ സമ്മാനം അക്ഷയ്ക്കും കൃഷ്ണകുമാറിനും കളക്ട് ചെയ്യാൻ പറ്റും. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.